അങ്ങനെ ഈ മാപ്പിളപ്പാട്ടിലേക്ക് വന്നു. മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സ്ട്രീറ്റിലുള്ള ഒരു ടീച്ചറുടെ പോസ്റ്റിംഗ് ആയി. അറബിക് ടീച്ചറായി, ബീബി ടീച്ചറാണ് എന്നെ ഈ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. മാപ്പിളപ്പാട്ട്, അറബന മുട്ട്, ദഫ് മുട്ട്, ഇങ്ങനെയുള്ള വേറിട്ട ചില കലകളിലേക്ക്, അന്ന് ഹിന്ദുക്കളൊന്നും ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ ഇല്ലാത്ത കാലത്ത് ചെറിയ പ്രായത്തിൽ നമ്മളെ അതിലേക്ക് കൊണ്ടുവരികയും പിന്നീട് രണ്ടാമത്തെ സ്കൂളിലേക്ക് മാറി. ഹൈസ്കൂളിലേക്കൊക്കെ ആയപ്പം ശരിക്കും സ്റ്റേറ്റ് തലത്തിലൊക്കെ പോയി വളരെ ഗംഭീരമായിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ചു, ജയിച്ചു. അങ്ങനെ അതിലേക്ക് വന്നു. അപ്പോഴൊന്നും ഈ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എൻ്റെ പേര് അറിയത്തില്ല. സ്കൂളിലും നമ്മുടെ രാമേന്ദ്ര സാറായിരുന്നു അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, 8ാം ക്ലാസ്സിലൊക്കെ, 8 to 10 വരെ. അദ്ദേഹമൊക്കെ വിളിക്കുന്നത് മുരാരി തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ മുരാരി എന്നുള്ള പേര് വിളിക്കുന്നത് കൊണ്ട് ആ ഒരു നാമകരണത്തിൽ തന്നെ അറിയപ്പെട്ടു. എൻ്റെ യഥാർത്ഥ പേര് ഒരാൾക്കും അറിയാൻ പോയതായി. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം പോസ്റ്റ് ചെയ്യുന്ന ഒരു യഥാർത്ഥ പേര് പോസ്റ്റ് ചെയ്യട്ടെ. ബൈജു, ഷിബു, അതൊന്നും വേണ്ട, രാജൻ ബാബു, അതാണ് യഥാർത്ഥ പേര്. ആ പോസ്റ്റ് ചെയ്ത ചേട്ടാ ആട്ടോ ഓടിച്ച് നടന്ന ആള് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗ്ഗമായിരുന്നു അത്. അന്നും അദ്ദേഹം 50 പൈസയ്ക്കും 1 രൂപയ്ക്ക് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, ജോത്സ്യം നോക്കിയിട്ടുണ്ട്. അപ്പോഴും പണ്ട് എന്റെ ജ്യോതിശാലത്ത്, മേടയിലെ ജ്യോതിശാല, അന്ന് അവിടെ വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 3 പേര് പണ്ട് വന്നിട്ടുണ്ട്, എത്ര വർഷത്തിന് മുമ്പ്. അന്ന് അവര് തന്നെ 50 പൈസയാ. ഇപ്പൊ അവര് തന്നെ പറഞ്ഞത്, ഞങ്ങൾ 3 പേര് ഇന്ന ആൾക്കാർ ഞങ്ങൾ പണ്ട് വന്ന് കണ്ടിട്ടുണ്ട്, ആള് തന്നെ ഇയാളല്ലേ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത്. അപ്പൊ അയാൾ തന്നെ, ഇയാൾ ഒരു മാറ്റമില്ല. ഈ കൂടെ ഓട്ടോ ഓടിച്ച് നടന്നവരൊക്കെ ഇപ്പം ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്നവർ കാണും. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാ അപ്പം കാണുമ്പോ എങ്ങനെയാ, അളിയാന്ന് വിളിക്കോ അതോ എന്ത് വിളിക്കണമെന്നുള്ള ടെൻഷൻ? അങ്ങനല്ല, ഞാൻ പണ്ട് ഇവരെ തന്നെ ഇയമ്മുള്ള ഉണ്ണിയെ ഇന്നലെ നമ്മുടെ ജോസിന്റെ മൊബൈലിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കൊരു വല്ലാത്തൊരു ഇത്, എന്ത് വിളിക്കണം, ഞാൻ ഉണ്ണി ഇങ്ങനെ തോളൊക്കെ ആയിട്ട്, ഉണ്ണി അളിയ എന്തോണ്ടെന്ന് വെച്ചാൽ ഉണ്ണി ഇങ്ങനെ വിറക്കുക, ഷിവർ ചെയ്യാ പുള്ളി ഇങ്ങനെ. അവനെന്ത് പറയണമെന്ന് അറിയാമോ? ഞാൻ പറയണ, ഞാൻ പഴയ മുരാരി തന്നെ, ഒരു മാറ്റമില്ല, നിനക്ക് എന്തൊരു ഭയം എൻ്റെ അടുത്ത് സംസാരിക്കാൻ. അപ്പം ജോസിന്റെ കടയിൽ നിന്ന് പിള്ളേരെല്ലാം ഞാൻ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ആത്മസൗഹൃദമല്ലേ. പണ്ട് ജോസ് തുടങ്ങിയ കാലം മുതൽ ആ കടയിൽ പോകുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സൗഹൃദം ഇന്നുമുണ്ട്. അപ്പം നമ്മൾ ആ സൗഹൃദങ്ങൾ എപ്പോഴും നിലനിർത്തി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ഒരിക്കലും മാറരുത്. ഇപ്പൊ അതിനകത്ത് ഒത്തിരി പേര് നേരത്തെ ഒരാളിട്ട് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, ഈ ഐഫോൺ എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാന്നൊക്കെ. എൻ്റെ ഇവിടെ നിൽക്കുന്ന, എന്നോടൊപ്പം ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കുള്ള എല്ലാം കയ്യിലിരിക്കുന്ന ഐഫോണാണ്. ഇപ്പൊ എൻ്റെ മാനേജ് പൊട്ടത്തല സന്തോഷ്, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഐഫോണാണ്. അത് 10X Max. ദുബായിലൊക്കെ പുള്ളിയാണ് കൂടെ വരുന്നത്. പുള്ളിയെ മിക്കവാറും എൻ്റെ കൂടെ എല്ലായിടത്തും. പിന്നെ അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിലിരിക്കുന്നതും ഐഫോണാണ്, അതിലോണാണ്. അപ്പം ഞാൻ കൊടുത്തേ. എൻ്റെ സഹോദരിയുടെ കയ്യില്, എൻ്റെ അളിയന്റെ കയ്യില്, നമ്മുടെ ബന്ധുമിത്രാദികൾ ഒക്കുന്നവരൊക്കെ ഐഫോൺ ഫാമിലി. എനിക്ക് ഇത് ഉപയോഗിച്ച് ഒരു സമയം കഴിയുമ്പോൾ അടുത്ത ആളെണ്ണം കൊണ്ടുവരുമ്പോൾ ഞാൻ വേറെ കൊടുക്കും. പിന്നെ ഇതിനകത്ത് 1-2 ഫോണുകൾ ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചേക്കുന്ന കാര്യം, എൻ്റെ വിദേശത്തെ നമ്പറുകള്, അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം ഒക്കെ കിടക്കുന്ന 1-2 മൊബൈലുണ്ട്. അതാർക്കും കൊടുക്കത്തില്ല. ശരിയാവില്ലല്ലോ. അതെ അതെ, അത് ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ കൊടുക്കത്തില്ല വിചാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇവൻ അവിടെ ദുബായി പോയിട്ട് വാട്സപ്പ് എല്ലാം വേറെയാ. അതായത് എൻ്റെ മൊബൈലിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ മോക്കും അറിയാം, എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അതായത് ഒരു മൊബൈലിൽ തന്നെ ഏതാണ്ട് 25,000 പേരോളം കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു, എന്നെ കാണിച്ചായിരുന്നല്ലോ. പറയുന്ന ഒരു കാര്യമില്ല. അപ്പൊ ആ 25,000 പേര് നമ്മളുമായിട്ട് സഹകരണം 4 മൊബൈൽ വരുമ്പം ഈ 4 മൊബൈലിന്റെ ഐക്ലോഡ് 4 എണ്ണം. അപ്പൊ അത് സ്റ്റോറേജ് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടേക്കുന്നതാണ്. നമ്മളിതിനകത്ത് വലിയ വിദഗ്ധനായിട്ടൊന്നുമല്ല. പിന്നെ ഒരാള് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യം സാധിക്കുമ്പോൾ അദ്ദേഹം സന്തോഷമായിട്ടൊരു സാധനം കൊണ്ട് തരുന്നു, നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അതൊരു മുട്ട. ഇന്നലെ ഒരാള് എനിക്ക് വളരെ രസകരമായ ഒരു ഭക്ഷണം ഉണ്ടായിട്ടുണ്ടോ, ഒരു കുരുവിക്കൂട്. ഞാൻ ഇന്നലെ അത് ഇൻസ്റ്റയിൽ എടുത്തിട്ടുണ്ട്. ഒരു കുരുവിക്കൂടും നമ്മുടെ ഈ എണ്ണയിട്ട് തിരിക്കുന്ന കിഴി ഉണ്ടല്ലേ, കിഴി പോലൊരു സാധനം. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും മോഡലിങ്ങിന് കൊണ്ടുവന്നായിരിക്കും പുള്ളി. അപ്പൊ ഞാൻ ചോദിച്ചോ, എന്ത് സാധനം, അത് തന്ത്രി എടുത്ത് ശാലം കഴിച്ചു നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് സാധനം ഇത്? അത് മുട്ടയും സാധനമൊക്കെ. ഞാൻ പറഞ്ഞത് അങ്ങനെ കഴിക്കാറില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഗതികൾ ഇരിക്കുമ്പോൾ ടച്ച് പോലും ചെയ്യാറില്ല. ആ മോള് വന്ന് മോക്ക് സന്തോഷമായിട്ട് എടുത്തു കൊടുത്തു. പുള്ളി ഭയങ്കര ഹാപ്പിയായി, എന്റെ മോള് ഹാപ്പി. ആദ്യമായിട്ട് നമ്മളങ്ങനെയാണ് മുട്ടയാണ്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. ഞാനാദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി സന്തോഷം, പുള്ളി പാചക വിദഗ്ധനാണ്, പുള്ളി ചെയ്തോണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ഓരോരുത്തര് ഒരു മുട്ടായി മുതൽ ചിലപ്പോൾ അങ്ങേയറ്റം വരെയുള്ള പല സംഗതികളും അവർക്കുള്ള വിശ്വാസത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സംഗതി നടക്കുമ്പോൾ അവർ തരാറുണ്ട്. നമ്മൾ വേണ്ടെന്ന് നമ്മൾ ഈ കോൺട്രവേഴ്സീസ്, അതായത് നമുക്ക് കുറെ പല
നടക്കാതെ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് ഇന്നത് ചെയ്താൽ മതി, ഇത്ര ലക്ഷം രൂപ മുടക്കണം എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ടോ? അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ? ഇത്രയും നെഗറ്റീവ് കമന്റുകളും മറ്റുള്ളതൊക്കെ ഒരാളെങ്കിലും അതിനകത്തുണ്ടൊരു പോസ്റ്റ് ഇടാനല്ലോ അല്ലേ? പറ്റിച്ചെന്നുള്ളത്. പണ്ടൊരിക്കൽ ഒരു കഥയിൽ ഇദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. അതെ, ഞാൻ പരിചയപ്പെടുത്തിയ ഒരാൾ, ആരാന്ന് പറയുന്നില്ല, ആരാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരാളുടെ കാര്യത്തിന് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അനീഷാണ്. അന്ന് ഇത്രയും വലിയ ചാനലിലെ ആളൊന്നും ആയിട്ടില്ല, സാധാരണ അനീഷ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ അനീഷേ? അന്നേരം പറഞ്ഞ എൻ്റെ ഒരു ആളെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം, ഒരു പെൺകുട്ടി മിസ്സായ ഒരു വിഷയം ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞു, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് അവർ എത്തിയിരിക്കും, ഉറപ്പാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ അവർ ഹാജരായി, പറഞ്ഞ സമയത്ത് ഹാജരായി. ആ സമയത്ത് അവർ അവിടെ എത്തി. ഇത് പറയാനായാലും നമ്മുടെ കൊട്ടാരക്കര എന്ന് പറയുന്ന സംഭവം നാടിൻ്റെ പ്രശ്നമല്ല, നാട്ടുകാരുടെ പ്രശ്നമുണ്ട്. അപ്പം നാട്ടുകാരെ മൊത്തം പറയുന്നില്ല, ചില ആൾക്കാർക്ക് ചില രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. അതെന്താണെന്നറിയാം അനീഷേ, ഞാൻ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ കാക്കി ഉടുപ്പ് ഇട്ട് കാവി കയ്യിലും എടുത്ത് ഇന്നും ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് സീറ്റിൽ ആളിനെ നോക്കി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അന്നും ഇന്നും ഇവർക്കെല്ലാം വളരെ സന്തോഷമായിരുന്നു. അതെ, കാരണം അടിക്കാൻ കൂടെ ചെയ്തെങ്കിൽ ഓക്കെ, വളരെ സന്തോഷമായിരുന്നു അല്ലേ? അവൻ അടിച്ച് എവിടെയെങ്കിലും കിടക്കും, അവൻ അങ്ങനെ തന്നെ പറയും. അത് ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും ആൾക്കാരിരിക്കുന്നത്. വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മോശമായ ഒരു തൊഴിലാന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജോലിയല്ലേ അത്? പിന്നെ ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും 10-20 ഓട്ടോറിക്ഷ ഉണ്ടാക്കിയ ഒരാളാണ്. ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ഇപ്പോഴൊന്നും അല്ല, അന്ന് കിലോമീറ്ററിന് 3 എങ്ങാണ്ടുള്ള കാല, ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തിയ ഒരാളാണ്. അപ്പം നമുക്കതിനകത്ത് ഭയമൊന്നുമില്ല. നമ്മളെ എന്ത് പറഞ്ഞാലും ഞാൻ ഓട്ടോറിക്ഷക്കാരനായിട്ട് തന്നെ ഏതൊരു സദസ്സിൽ, ഇനി ദുബൈയിലായാലും വേറെ ഏത് രാജ്യങ്ങളായാലും വലിയൊരു സദസ്സിൽ എന്നെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഓട്ടോറിക്ഷക്കാരനായ എനിക്ക് ഇവിടം വരെ എൻ്റെ സ്വന്തം കഴിവിൽ എൻ്റെ പാരമ്പര്യ ഗുണത്തിൽ ഇവിടം വരെ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അതാകാം. ഇതെങ്ങനെയാണ് ഈ ജോത്സ്യൻ, അതായത് ഓട്ടോയിൽ നിന്നും കാര്യം ഇതെന്ന് പറയുന്നത് കറക്റ്റ് പ്രവചനമായിരിക്കണം. കുറച്ച് അതിൻ്റെ എന്താണ്, നമുക്ക് അതിൻ്റെ എത്തിക്സ് ഉണ്ട്, പിന്നെ നമുക്ക് അതിൻ്റെ ഈ നൊയമ്പ് പോലെ വ്രതങ്ങളുണ്ട്. ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛന്മാർ 4 പേരായിരുന്നു. ഒരാള് ഭാഗവതത്തിൽ അഗ്രഗണ്യൻ, മറ്റുള്ളൊരു, അതായത് 4 വേദങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇവിടെ ആ ഒരു പാരമ്പര്യം നമ്മുടെ ഇവിടെ. ഇപ്പൊ മനീഷ് തന്നെ വന്നപ്പോൾ ചോദിച്ചില്ലേ, ഈ പഴയ വീട്ടിൽ തന്നെ. അതെ, വീട് ഇത്രയും പൈസ ഉണ്ടായില്ലെങ്കിൽ പൈസ നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു വീട് പുതുക്കി പണിയാൻ ചോദിച്ചായിരുന്നു. ഏതാണ്ട് ഒരു 100 വർഷത്തിനകത്ത് പഴക്കമുള്ള വീടാണ്. അപ്പം അന്നത്തെ കാലത്തുള്ള ഒരു വീടെന്ന് പറയുമ്പോൾ അതൊരു സൗരഭ്യം തന്നെയാണ് നമുക്ക് അല്ലേ? ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാള് കമന്റ് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഓടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ വീട്ടില് അന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഇവിടെ ഒരു 10 പണിക്കാർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ജോലിക്കാരുണ്ട് വീട്ടിൽ. അന്നും 10 പേരുണ്ട്, ഇന്നും 10 പേരുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു പയ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞേ, നിന്റെ ഇരിക്കുന്ന ഏത് മൊബൈലാടാ? ഐഫോണാ. അതുകൊണ്ടിരിക്കുന്ന അണ്ണന്റെ ഇരിക്കുന്ന ഏതാ എന്ന് പറയണമെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു ബലമായ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം അല്ലേ? ഇവിടെ ജാതിയുടെ മതത്തിന്റെ ഒന്നും കാര്യമില്ല. ഒരാളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന മാനസികമായ ഒരു വിദ്വേഷം അവർ പലതരത്തിൽ പ്രകടിപ്പിക്കുന്നു.